നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഗ്യാലക്സികളുടെ രൂപീകരണത്തെക്കുറിച്ചും ശാസ്ത്രലോകത്തിന് പുതിയ അറിവുകൾ നൽകുന്ന വിപ്ലവകരമായ ഒരു കണ്ടെത്തലാണ് നാസയുടെ ഹബിൾ ബഹിരാകാശ ടെലിസ്കോപ്പ് നടത്തിയിരിക്കുന്നത്. നക്ഷത്രങ്ങളില്ലാത്ത എന്നാൽ വാതകങ്ങളാൽ സമൃദ്ധമായ ക്ലൗഡ് 9 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ശൂന്യാകാശ മേഘത്തെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഗ്യാലക്സികൾ രൂപപ്പെട്ടപ്പോൾ അവശേഷിച്ച ഒരു അവശിഷ്ടം അഥവാ റിലിക് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഡാർക്ക് മാറ്റർ ആധിപത്യം പുലർത്തുന്ന ഈ മേഘം നക്ഷത്രങ്ങൾ പിറവിയെടുക്കാത്ത ഒരു പരാജയപ്പെട്ട ഗ്യാലക്സി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിൻ്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിർണായകമാണ്. പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം പിണ്ഡവും ഡാർക്ക് മാറ്റർ ആണെന്ന് സിദ്ധാന്തങ്ങൾ പറയുന്നു എങ്കിലും പ്രകാശം പുറത്തു വിടാത്തതിനാൽ അവയെ കണ്ടെത്തുക എന്നത് കഠിനമായ ദൗത്യമാണ്. ക്ലൗഡ് 9 എന്ന ഈ അത്ഭുത പ്രതിഭാസം ശാസ്ത്രജ്ഞർക്ക് അദൃശ്യമായ ഈ ദ്രവ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള അപൂർവമായ അവസരം നൽകുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 14 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ ഭൂമിയിലുള്ള റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ ഇത് ഒരു ചെറിയ ഗാലക്സി ആണെന്ന് തോന്നിപ്പിച്ചിരുന്നു എങ്കിലും ഹബിൾ ടെലിസ്കോപ്പിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് ഇതിൽ നക്ഷത്രങ്ങൾ ഒന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചത്. സാങ്കേതികമായി ഇതിനെ റീ അയോണൈസേഷൻ ലിമിറ്റഡ് HI ക്ലൗഡ് എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ശൈശവാവസ്ഥയിൽ അവശേഷിച്ച ഈ വാതകമേഘം അതിൻ്റെ രൂപഘടനയിൽ നിന്ന് മറ്റ് സാധാരണ ഹൈഡ്രജൻ മേഘങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് വളരെ ചെറുതും കൃത്യമായ ഗോളാകൃതിയിലുള്ളതുമാണ്. ഈ മേഘത്തിൻ്റെ കാതൽ ഹൈഡ്രജൻ വാതകത്താൽ നിർമ്മിതമാണെന്നും ഇതിന് സൂര്യൻ്റെ പിണ്ഡത്തിൻ്റെ 10 ലക്ഷം ഇരട്ടി ഭാരമുണ്ടെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഇതിലെ ഡാർക്ക് മാറ്ററിൻ്റെ അളവ് ഏകദേശം 500 കോടി സൂര്യന്മാരുടെ പിണ്ഡത്തിന് തുല്യമാണെന്ന് ഗവേഷകർ കണക്കാക്കുന്നു. നക്ഷത്രങ്ങൾ ഉണ്ടാകുവാൻ ആവശ്യമായ വാതകങ്ങൾ ശേഖരിക്കാൻ കഴിയാതെ പോയതാണ് ഈ ഗാലക്സിയുടെ പരാജയത്തിന് കാരണമായത്. ശാസ്ത്രത്തിൽ പരാജയങ്ങൾ പലപ്പോഴും വലിയ വിജയങ്ങളിലേക്ക് നയിക്കാറുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്ലൗഡ് 9. നക്ഷത്രങ്ങളില്ലാത്ത ഈ അവസ്ഥയാണ് ഇതിനെ ഒരു പുരാതന വസ്തുവായി തിരിച്ചറിയാൻ സഹായിച്ചത്. മെസ്സിയർ 94 എന്ന സർപ്പിള ഗാലക്സിക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭാവിയിൽ കൂടുതൽ വാതകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിച്ചാൽ ഇതൊരു ഗാലക്സിയായി മാറിയേക്കാം. എങ്കിലും നിലവിൽ ഇതൊരു നിഗൂഢമായ പ്രതിഭാസമായി തുടരുന്നു. ചൈനയിലെ ഫാസ്റ്റ് ടെലസ്കോപ്പും അമേരിക്കയിലെ ഗ്രീൻ ബാങ്ക് ടെലസ്കോപ്പും ചേർന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ ഹബിൾ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ പൂർത്തിയാക്കിയപ്പോൾ വിരിഞ്ഞത് പ്രപഞ്ച വിജ്ഞാനീയത്തിലെ പുതിയൊരു അധ്യായമാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഹബിൾ ടെലസ്കോപ്പ് തുടരുന്ന പര്യവേക്ഷണങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.